ഹലോ, ഗുഡ് മോർണിംഗ്. മൈസെൽഫ് തീർത്ഥ ഹരി. ഞാൻ ഇവിടുത്തെ ഇരിക്കുന്നത് എൻ്റെ നീറ്റ് ജേർണിയെക്കുറിച്ച് പറയാനാണ്. അപ്പം ഞാൻ 1 ഇയർ റിപ്പീറ്റ് ചെയ്തു. എനിക്ക് നീറ്റ് 2025 കിട്ടിയ സ്കോറ് 559 ആണ്. ആൻഡ് എൻ്റെ ജേർണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 1 ഇയർ കോച്ചിങ് എടുത്തായിരുന്നു. ബ്രില്യൻ സ്റ്റഡീസിൻ്റെ പാലയിൽ ഞാൻ ഡി ബ്ലോക്കിലായിരുന്നു പഠിച്ചത്. എൻ്റെ ഹോസ്റ്റൽ വൈറ്റ് ഹൗസ് ഗ്രാൻഡ് ആയിരുന്നു. ആൻഡ് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ പറയുവാണെങ്കിൽ ഞാൻ ജൂലൈ മന്തിലാണ് ജോയിൻ ചെയ്തത്, 3rd ഫേസിൽ. അപ്പം ക്ലാസ്സൊക്കെ തുടങ്ങി, എല്ലാം കുഴപ്പമില്ലാതെ പോയി. ടീച്ചേഴ്സൊക്കെ അടിപൊളിയാണ്, ഫാക്കൽറ്റീസ് എല്ലാം നല്ല സപ്പോർട്ടീവാണ്. എൻ്റെ ക്ലാസ് ടീച്ചർ ഗീതു മാം ആയിരുന്നു. വളരെ ലവ്വിങ്, സ്വീറ്റ്, കെയറിങ് ടീച്ചറായിരുന്നു എനിക്ക് കിട്ടിയത്. സ്വന്തം അമ്മയെപ്പോലെയായിരുന്നു നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ വാർഡൻ അഭിരാമി മാം ആയിരുന്നു. മാം നല്ല സ്വീറ്റ് ആൻഡ് ലവ്ലി വാർഡനായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ വേറെ വാർഡൻസൊക്കെ അഞ്ജന മാം, കാതൻ മാം, നരേൻ മാം, സിലു മാം ആയിരുന്നു. പിന്നെ ക്ലാസ്സൊക്കെ പ്രൊഫസേഴ്സൊക്കെ അടിപൊളിയായിട്ട് എടുക്കുമായിരുന്നു. കാരണം എല്ലാം എല്ലാം മനസ്സിലാവുമായിരുന്നു നമുക്ക്. ആദ്യം കുറച്ച് എനിക്ക് ഞാൻ ട്യൂഷനൊന്നും പോകാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു 2 hour ക്ലാസ് കണ്ടിന്യൂസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ സ്കൂളിൽ 45 minutes, അപ്പോൾ ഇവിടെ 2 hours ട്രാൻസിഷൻ വന്നപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക്. പിന്നെ അങ്ങോട്ട് അത് നമ്മൾ ഓക്കെ ആയി, അത് ടൈമിങ്ങൊക്കെ. ആദ്യമൊക്കെ ഉച്ച വരെ ആയിരുന്നു ക്ലാസ്. പിന്നെ അങ്ങോട്ട് പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്യാനത് കുറച്ചുകൂടെ ഈവനിങ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ ടൈമിങ് ഡിഫറെൻ്റ് ആക്കി. പിന്നെ സബ്ജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ടോപ്പിക്സ് കമ്പാരിറ്റീവ്ലി ഈസി ആണല്ലോ. അപ്പം ആദ്യം എക്സാമൊക്കെ ഈസി മോഡറേറ്റ് ലെവലിലായിരുന്നു. അത്യാവശ്യം നമുക്ക് എല്ലാ മൺഡേയും എക്സാമുണ്ട്, എല്ലാ മൺഡേ എക്സാംസ് ഉണ്ട്. നോർമൽ വീക്ക്ലി എക്സാം ആൻഡ് ട്യൂസ്ഡേ നമുക്ക് A+ എക്സാം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ഹൈ ലെവൽ എക്സാം. ഞാൻ ഫസ്റ്റ് മുതലേ A+ എക്സാമും എല്ലാ എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. വീക്ക്ലി എക്സാമും അത് കമ്പൽസറി ആയിരുന്നു. A+ നമുക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാമായിരുന്നു. ഞാൻ പിന്നെ പ്രാക്ടീസിന് വേണ്ടി അത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ലാസ്റ്റ് എക്സാംസ് ആയപ്പോൾ മാത്രമേ ഞാനത് സ്കിപ്പ് ചെയ്തോളൂ, ജാനുവരി മാത്രം. അല്ലാതെ ഡിസംബർ വരെ ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തായിരുന്നു A+ എക്സാംസൊക്കെ. പിന്നെ അത് ആക്ച്വലി വെരി യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ കുറച്ചുകൂടെ ഹൈ ലെവൽ പഠിക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ തിങ്കിങ് ലെവൽ കൂടുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ മെയിൻലി അറ്റൻഡ് ചെയ്തത്. പിന്നെ ആദ്യം പോർഷൻസൊക്കെ കുറച്ചായിരുന്നു, 3 ചാപ്റ്റർ വെച്ചായിരുന്നു നമുക്ക് വീക്ക്ലി ഉണ്ടായത്. പിന്നെ സബ്ജക്ട്സ് ലെസൺസൊക്കെ കുറച്ച് കൂടി. പിന്നെ എക്സാംസിന് കുറച്ചുകൂടെ ലെവൽ കുറച്ച് കൂട്ടി. കാരണം നമ്മൾ നീറ്റ് ഓറിയൻറ്റഡ് ആണല്ലോ, അപ്പോൾ കുറച്ച് ഹൈ ലെവലിൽ പഠിച്ചാൽ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് വന്നാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം കുറച്ചുകൂടെ ലെവലൊക്കെ കൂട്ടാൻ തുടങ്ങി. അപ്പം നമുക്ക് മാർക്സ് നമ്മൾ നോർമലി പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഹൈ ലെവലിൽ പോകണമല്ലോ നമ്മൾ. അപ്പം ഇങ്ങനെ ഞാനും പഠിത്തം കുറച്ച് കൂടാൻ നോക്കി. റെഫറൻസ് ബുക്സ് ആയിരുന്നു നമുക്കൊരു, ബ്രില്യൻ സ്റ്റഡി മെറ്റീരിയൽസ്. അത് ഐ തിങ്ക് 27 മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു മൊത്തം കൂടി. ആൻഡ് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. നമ്മൾ ആദ്യം മുതൽ അതൊക്കെ നോക്കാൻ തുടങ്ങി നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. വർക്ക് ബുക്കൊക്കെ ചെയ്യാനും. പിന്നെ നമുക്ക് ക്ലാസ് ബുക്ക് നമ്മളെ സ്കൂളിൽ വെച്ച് തന്നെ, ക്യാമ്പസിൽ വെച്ച് തന്നെ ചെയ്യിപ്പിക്കുമായിരുന്നു ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ. പിന്നെ എക്സാംസ് നമ്മൾക്ക് മാർക്കൊക്കെ നല്ലതായിരുന്നെങ്കിൽ ഈസി എക്സാംസ് ആകുമ്പോൾ നമ്മുടെ റാങ്ക് കുറയുമല്ലോ. അപ്പം ആദ്യം റാങ്കൊക്കെ കുറച്ച് കുറവായിരുന്നു, ഇടയ്ക്ക് കയറി വരും, ഇടയ്ക്ക് കുറഞ്ഞു, അങ്ങനെ ട്രാൻസിഷനായിരുന്നു. പിന്നെ അങ്ങോട്ടാണ് ഞാനിങ്ങനെ മെത്തേഡ് ഓരോന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്, ഓരോന്ന് പുതിയതായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഏതാ ബെറ്റർ നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ ആദ്യം റൂമിൽ വെച്ചായിരുന്നു പഠിക്കുന്നത്, റൂമിൽ തന്നെ ഇരുന്നായിരുന്നു ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റഡി ഹാളിലേക്ക് പോകാൻ തുടങ്ങി. സ്റ്റഡി ഹാൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ നടുക്ക് ഫുൾ ഒരു സ്റ്റഡി ഹാളാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റി, കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ റെഫറൻസിന് പോകാൻ തുടങ്ങിയപ്പം എനിക്ക് കുറച്ചുകൂടെ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നി. കാരണം റെഫറൻസിന് പോകുന്ന സമയത്ത് നമുക്ക് അപ്പം ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡൗട്ട്സൊക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് പ്രൊഫസേഴ്സ് ഡൗട്ട് ക്ലിയറൻസിനാണ് ഉണ്ടാവും ക്യാമ്പസിൽ തന്നെ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അപ്പം തന്നെ പോയി ചോദിക്കാം. അപ്പോൾ നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ആവുമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വെച്ചേക്കുമ്പോൾ നമുക്കൊരു മനസ്സിനത് ഉണ്ടാവുമല്ലോ, അയ്യോ അത് ചോദിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ
ഇതുണ്ടാവും നമുക്ക്. എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് റെഫറൻസ് പോകുന്ന സമയത്ത് അപ്പം തന്നെ പോയി ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട്സ് നല്ലപോലെ എക്സ്പ്ലെയിൻ തരുമായിരുന്നു ടീച്ചേഴ്സൊക്കെ. അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഡൗട്ട്സൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കാണിച്ചു തരും. അപ്പം അതൊക്കെ നല്ല എനിക്ക് ഇമ്പ്രൂവ് ആയി. എൻ്റെ മാർക്സും റാങ്കും ഒക്കെ ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി. ഇടയ്ക്ക് ക്യാഷ് പ്രൈസ് കിട്ടാൻ തുടങ്ങി. അപ്പം അതൊക്കെ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ വെക്കേഷൻ സമയമൊക്കെ ആയപ്പം എല്ലാവരും ഹോസ്റ്റലിലേക്ക് പോയി. വീട്ടിലേക്ക് പോയി. ഹോസ്റ്റലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വീട്ടിലേക്ക് പോയി. കാരണം ഫസ്റ്റ് ഓണം വെക്കേഷനൊക്കെ ആയപ്പോൾ എല്ലാവരും പോയി. ഞാൻ പക്ഷെ പോയില്ല. എൻ്റെ പാരൻസൊക്കെ ജിദ്ദയിലായതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ ഹോസ്റ്റലിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു വർഷം എങ്ങനെയെങ്കിലും ഒന്ന് ലൈക്ക് നമ്മൾ പഠിച്ചങ്ങ് പോയാൽ പിന്നെ നമ്മുടെ ലൈഫ് ഓക്കെ ആവുമല്ലോ. പിന്നെ നമ്മൾ കോളേജിൽ കയറി പിന്നെ നമുക്ക് അതിനനുസരിച്ച് പഠിച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിന്ന് കുറച്ച് നല്ല ലോൺലിയായിരുന്നു. കുറച്ചല്ല, നല്ലപോലെ ലോൺലിനെസ് ഉണ്ടായിരുന്നു. എന്നാലും മാനേജ് ചെയ്തു. പിന്നെ പക്ഷേ ഇതിൽ നമുക്ക് എന്തെങ്കിലും സെലിബ്രേഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും അവർ നടത്തും. ഓണത്തിന് ഓണസദ്യ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് 1 hour പാട്ടൊക്കെ വെച്ച് തന്നു, ഡാൻസൊക്കെ കളിക്കാൻ. അങ്ങനെ ഓരോ പരിപാടിയുള്ളപ്പം നമുക്ക് ക്രിസ്മസിനും പാട്ടൊക്കെ വെച്ച് തന്നു. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സെലിബ്രേഷൻസ് ഉണ്ടാവും. നമുക്ക് അതിനെ ഒറ്റ ചെയ്യാം. ആൻഡ് പിന്നെ അങ്ങോട്ട് മോഡൽ എക്സാം ഒക്കെ ആയപ്പം നമുക്ക് ഓണം വെക്കേഷനോ പൂജ ഹോളിഡേയ്സോ ക്രിസ്മസ് വെക്കേഷനോ എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്കൊരു മോഡൽ എക്സാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെക്കേഷൻ എന്തായാലും ഫ്രീ അല്ല, എന്നാൽ പഠിക്കും വേണം. ഞാനപ്പം ഹോസ്റ്റലിൽ ഇരുന്ന് തന്നെ പഠിച്ചത്. അപ്പം ഞാൻ വെക്കേഷന് വീട്ടിൽ പോകാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ ഇരുന്ന് തന്നെ പഠിച്ചു. പിന്നെ ഓണത്തിന് എൻ്റെ റിലേറ്റീവ്സ് വന്നു. വീട്ടിൽ നിന്ന് വന്നിട്ട് എന്നെ ഒരു ദിവസം പുറത്ത് കൊണ്ടുപോയി ഫുഡൊക്കെ ഹോസ്റ്റലിൽ പോയി കഴിച്ച് പിന്നെ തിരിച്ചു വന്ന് അങ്ങനെയായിരുന്നു. അപ്പം ബാക്കി ഉള്ള എൻ്റെ ബാക്കി പാർട്ട് ഓഫ് മീ ജേർണി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ബൈ.